Welcome to Banu's Food Factory. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനുള്ളിൽ ഫിലിപ്സിൻ്റെ ഹാൻഡ് ബ്ലെൻഡറാണ് ഉള്ളത്. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. അപ്പോൾ പെട്ടി നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ബില്ല്. ഇതാണ് നമ്മുടെ ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് കരുതുന്നു. ഇനി ഈ ബോക്സിൻ്റെ 4 ഭാഗവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ 250 വാട്ട്സ് ആണ് പവർഫുൾ മോട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. മറ്റൊരു വശത്ത് ഇതാ ഇതുപോലെയാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ 250 വാട്ട്സ് എക്സ്ട്രാ 2 ബ്ലേഡ് ഉണ്ടെന്നൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ഈ വശത്തിൽ 250 വാട്ട്സ് എന്നും 2 ഇയർ വാറൻറ്റി എന്നും ഈസി ക്ലീനിങ്, പിന്നെ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്നുള്ളതും, പിന്നെ ഇത് പ്രവർത്തിപ്പിക്കാനായിട്ട് ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിവിടെ ഓപ്പൺ ചെയ്ത് പുറത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾവശത്ത് ഇരിക്കുന്നത്. ഇതാണ് നമ്മളെ ഹാൻഡ് ബ്ലെൻഡർ. ഇങ്ങനെ ഒരു കവറിൽ പാക്ക് ചെയ്തതും, പിന്നീട് അതിനുള്ള സ്റ്റാൻഡും എക്സ്ട്രാ അതിൻ്റെ ബ്ലേഡുകളുമാണ് അതിലുള്ളത്. ഇത് വിശദമായിട്ട് കാണിച്ചു തരാം. നമുക്കിത് ഈ കവറിനുള്ളിൽ നിന്നും എടുക്കാം. ഇത് കണ്ടപ്പോൾ ഞാൻ നല്ല വെയിറ്റ് ഉണ്ടാവും എന്നുള്ളതൊക്കെ പ്രതീക്ഷിച്ചു. നല്ല വെയിറ്റ് ഒന്നുമില്ല, നമുക്ക് സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. ഇനി ഇത് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് മറ്റേ കവറും കൂടെ ഒന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ആണിത്. ഇതിനകത്ത് എക്സ്ട്രാ 2 ബ്ലേഡും പിന്നെ നമുക്കിത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാനുള്ള 2 സ്ക്രൂവാണ് ഉള്ളത്. ഇതാണ് ഒരു ബ്ലേഡ്, ഇതാണ് മറ്റൊരു ബ്ലേഡ്. അങ്ങനെ 2 ബ്ലേഡാണ് ഉള്ളത്. പിന്നെ ഇത് നമുക്ക് അതിൽ നിന്ന് ബ്ലേഡുകൾ റിമൂവ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നെ മോഡലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് മോഡല് ഫിലിപ്സിൻ്റെ HL1655 ആണ്. ഇത് മോഡല് HL 1655 ആണ്. പിന്നെ ഇതിൽ സ്പീഡ് കൂട്ടാനോ കുറക്കാനോ അങ്ങനത്തെ ഫെസിലിറ്റി ഒന്നും ഇല്ല, ഒരൊറ്റ ബട്ടണേ ഉള്ളൂ. ഇതാണ് ഇതിൽ നമുക്ക് കയ്യിൽ കിട്ടിയപ്പോൾ ഫിക്സ് ചെയ്തിരുന്ന ബ്ലേഡ്. ഇത് നമുക്ക് ബ്ലെൻഡ് ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. റിമൂവ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. ഈ സാധനം വെച്ചിട്ട് പെട്ടെന്ന് റിമൂവ് ചെയ്ത് എടുക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇത്
വിസ്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൽ എഴുതി കാണിച്ചിട്ടുള്ളത്. ഇതും സ്മൂത്തായിട്ട് അതിൽ ഇടാനും പറ്റുന്നുണ്ട്. ഇനി ഇത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു ബ്ലേഡ് വെച്ച് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് വാങ്ങാനുള്ള കാരണം ഇതിൽ വിപ്പിങ്ങും പറ്റുന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങളിത് വാങ്ങിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. ഇത് കിട്ടി നമ്മളൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് വിപ്പിങ് ചെയ്യാനായിട്ടുള്ള ബ്ലേഡ് ഇട്ട് നോക്കാം. ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു ബ്ലേഡ് കൊണ്ടാണ് വിപ്പ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഭാഗത്ത് ഇങ്ങോട്ട് നമ്മൾ അതിൽ പ്രസ് ചെയ്താൽ ഒരു ടിക്ക് എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ നന്നായിട്ട് കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബ്ലേഡ് എടുത്തിരുന്നു. ആ ബ്ലേഡ് തന്നെ ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. അപ്പോൾ ഞാൻ പ്ലഗിൽ കുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വോൾട്ട് ഇതിന് 230 വോൾട്ടാണ് ഉള്ളത്. വാട്ട്സ് 250 വാട്ട്സുമാണ്. ഇനി ഇതൊന്ന് നമുക്ക് പ്രവർത്തിപ്പിച്ച് നോക്കാം. നല്ല സ്മൂത്തായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ അടുത്ത് തന്നെ ഇത് വെച്ചിട്ട് ഞാനൊരു വിപ്പ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.